പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ പള്ളികൂദാശ കാലത്തിന് 4-ാമത്തെ ആഴ്ചയിലെ അവസാനത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ദിവസം ഈശോയുടെ പീഡാനുഭവങ്ങളോട് നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈശോ നമുക്ക് വളരെ പ്രത്യേകമായ ഒരു ആത്മീയ ഉൾക്കാഴ്ച സുവിശേഷത്തിലൂടെ നൽകുന്നു. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈശോ പുനരുത്ഥാനത്തെക്കുറിച്ച് സദ്ദൂക്കായരുമായി സംസാരിക്കുന്നതും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അവർ പറയുന്നു, ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവർ മാറി മാറി ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവരെല്ലാവരും മരിക്കുന്നു, ആ സ്ത്രീയും മരിക്കുന്നു. പുനരുത്ഥാനത്തിൽ ആ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും? ഇപ്പോഴാണ് ഈശോ വളരെ അതിസ്വാഭാവികമായ ദൈവികമായ സന്ദേശം പങ്കുവയ്ക്കുന്നു. ഈശോ പറയുന്നു, ഈ ലോകത്തിന്റെ രീതികളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല സ്വർഗം പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ വിവാഹത്തിന്റെയോ കുടുംബജീവിതത്തിന്റെയോ നിയമങ്ങളും ചിന്താഗതികളും ഒക്കെ ഉണ്ടെങ്കിലും സ്വർഗത്തിൽ അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. അവർ ചോദിച്ച ആ സാഹചര്യം വെച്ച് ഈശോ അതിന്റെ മറുപടി പറയുകയാണ്. സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ഏതുതരം ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യേണ്ടത്. പലരും പല രീതികളിൽ തങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന്, അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുന്നു. ഈശോ അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ ഈശോ ആ ധനവാനോട് പറയുന്നു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവർ പറയുന്നത് കേൾക്കട്ടെ. ഈ നരകത്തിൽ വരാതിരിക്കാൻ, സ്വർഗത്തിലേക്ക് പോകാൻ മോശയും പ്രവാചകന്മാരും പറയുന്നത് കേട്ട് ജീവിക്കട്ടെ. മോശയും പ്രവാചകന്മാരും പറഞ്ഞത്, പഴയ നിയമം പറഞ്ഞത് ഈശോയെ കുറിച്ചാണ്, പുതിയ നിയമത്തെ കുറിച്ചാണ്. ഈശോ പറഞ്ഞത്, ഈശോയുടെ വാക്കുകൾ, ഈശോയുടെ ഭൗതിക ശരീരമായ സഭ, ആ സഭയിലെ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളതെന്ന് ഈശോ ഈ തിരുവചന ഭാഗത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ പറയുന്നു, അത് നിങ്ങൾക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ തെറ്റുപറ്റുന്നത്. സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളിൽ നമുക്ക് തെറ്റുപറ്റരുത് എന്ന് ഈശോ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. തെറ്റ് പറ്റാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തിയും അറിയണം, വിശുദ്ധ ലിഖിതങ്ങളും അറിയണം. വിശുദ്ധ ലിഖിതം തിരുവചനമാണ്, സുവിശേഷമാണ്, ബൈബിളാണ്. ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞാൽ അത് സഭയെ സൂചിപ്പിക്കുന്ന ഒരു പൊതുവാക്കാണ്, ദൈവത്തിന്റെ ശക്തി. കാരണം പരിശുദ്ധാത്മാവ് ഇന്ന് സഭയെ നയിക്കുന്നു, സഭയിൽ പ്രവർത്തിക്കുന്നു, സഭയിൽ കൂദാശകളിലൂടെ പ്രവർത്തിക്കുന്നു, വിശുദ്ധ കുർബാനയിലൂടെ പ്രവർത്തിക്കുന്നു, സഭാ അധികാരികളുടെ നിർദ്ദേശങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. അവരിലൂടെ നൽകപ്പെടുന്ന നേതൃത്വം പരിശുദ്ധാത്മാവ് നൽകുന്ന നേതൃത്വമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബൈബിളിനെ അടിസ്ഥാനമാക്കി സഭയിൽ കൂദാശകളിൽ സഭാ പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റാതിരിക്കുന്നത്. അതാണ് ഈശോ പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ, അതില്ലാത്തത് കൊണ്ടല്ലേ, അതിൽ ജീവിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മൾ ഈ വിശുദ്ധ ലിഖിതങ്ങളെ എത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നു? ദൈവത്തിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന സഭയെ, ആ സഭയിൽ ഉള്ള കാര്യങ്ങൾക്ക് എത്രമാത്രം വില കൽപ്പിക്കുന്നു, പ്രാധാന്യം കൊടുക്കുന്നു. അതനുസരിച്ചായിരിക്കും നമ്മുടെ മരണാനന്തര ജീവിതവും സ്വർഗീയ ഭാഗ്യവും ഒക്കെ ലഭിക്കുന്നതെന്നുള്ള ഈശോയുടെ ഗൗരവകരമായ ഓർമ്മപ്പെടുത്തൽ നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നന്മ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് കടക്കാമെന്ന് ഒരുപക്ഷെ നമ്മൾ ആ രീതിയിൽ മാത്രം കരുതിയിരിക്കരുത് എന്ന് ഈശോ വ്യക്തമായി നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, എന്ന് പറയുന്നു. ഏറ്റവും പ്രസക്തമായ ഒരു ഉൾക്കാഴ്ചയിലൂടെ അങ്ങ് ഇന്ന് ഞങ്ങളെ സ്വർഗത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണല്ലോ. കർത്താവെ, ഞങ്ങൾ സഭയിൽ ജീവിക്കുവാനും സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കി, സഭയിൽ വായിക്കപ്പെടുന്ന ദൈവവചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി, ഞങ്ങളുടെ ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധമായി ഒരുക്കുവാനും അങ്ങനെ സ്വർഗ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.